ഇത് ഇവിടെ തീരുന്നില്ല. അയാൾ ഈ ചെയ്ത കുറ്റത്തിന് കോടതിയിൽ കറക്റ്റ് നടപടി ഉണ്ടാവും. അതാണ് കോടതിയിൽ നിന്ന് കറക്റ്റ് ശിക്ഷ വാങ്ങിച്ചു. അല്ല, അതിനെ കുട്ടികളെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അല്ലല്ല, ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്. പക്ഷെ അവരെ കുറിച്ച് പറയുന്നില്ല. 2 കുട്ടികളുള്ളത് പറയുന്നില്ല. ശരിയാണ്. അല്ല, ആ കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ല. ശരി, നിങ്ങൾക്ക് നന്ദി. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളാണ് ഓപ്പണർ. നിങ്ങളുടെ പോസിറ്റീവായിട്ട് നിങ്ങൾ ആര് വിളിച്ചപ്പോഴും ഞങ്ങൾ അതുപോലെ പറഞ്ഞിട്ടുള്ളൂ ആദ്യത്തെ ദിവസം മുതൽ. പിന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് വളരെയധികം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. നിങ്ങൾ അങ്ങനെ ചെയ്യണം. ജനങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. കാരണം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ, പബ്ലിക്കിൻ്റെ വോയിസ് ആണല്ലോ നിങ്ങൾ, 4th എസ്റ്റേറ്റ് ആണല്ലോ. നിങ്ങൾ അങ്ങനെ ചെയ്യണം. അത്രയും ഞാൻ പറയുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആഴ്ചകൾ നീണ്ട പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഒരു കവർച്ച, പക്ഷേ പോലീസ് അത് ആസൂത്രിതമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. വലിയ രീതിയിൽ 2 ദിവസം ആശങ്ക പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ആശങ്കയ്ക്കെല്ലാം വിരാമമായി പ്രതിയെ പിടികൂടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കനത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരമൊരു കവർച്ചയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാൾക്ക് ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ട്. ഇയാളുടെ ഭാര്യ ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയമാകുമ്പോഴേക്കും കടം വീട്ടണമെന്നതായിരുന്നു പ്രധാനമായിട്ട് ഇയാളുടെ ഉന്നം. അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി, വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കവർച്ച.